ഇന്ന് ഞാൻ നന്നൂന് വേണ്ടി അവക്കാഡോ പാൻകേക്ക് ഉണ്ടാക്കി. അപ്പം ഞാൻ വിചാരിച്ചു ആ റെസിപ്പി നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഹാഫ് അവക്കാഡോ ആണ് കേട്ടോ എടുത്തത്. നല്ല പഴുത്ത അവക്കാഡോ. അത് നന്നായിട്ട് ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മാഷ് ചെയ്തെടുക്കും. പിന്നെ ഇത് എൻ്റെ കയ്യിൽ ഈ പാൻകേക്കിന് മിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു. ഇനി ഇതില്ലാത്തവർ വിഷമിക്കേണ്ട. പകരം നമുക്ക് ഗോതമ്പ് പൊടി, അരിപ്പൊടി, റാഗിപ്പൊടി, ഓട്സിൻ്റെ പൗഡർ ഇതിലേത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനൊരു മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. വലിയ മുട്ടയാണെങ്കിൽ ഹാഫ് മതിയാകും. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ ഫുൾ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഈ അവക്കാഡോ നല്ല ഗുണമുള്ള ഫ്രൂട്ടാട്ടോ. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ. അപ്പോൾ അവക്കാഡോയ്ക്ക് അത്ര വലിയ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാൻ വലിയ ഇഷ്ടമില്ലായിരിക്കും. അപ്പോൾ ഇതുപോലൊക്കെ മിക്സ് ചെയ്ത് ഇതുപോലെ പാൻ കേക്കൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ കഴിച്ചോളും. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ ദേ പാൻ ചൂടാക്കി ഇത് ഇങ്ങനെ ഒരു സ്മോൾ സർക്കിളാക്കി ഒരു സ്പൂണിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഒരെണ്ണത്തിനുള്ളതേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അറ്റ് എ ടൈം ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. കാരണം നമ്മൾ കുഞ്ഞ് സർക്കിളായിട്ടാണല്ലോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ഈ പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും ഒട്ടി പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട പാനാണെങ്കിൽ ജസ്റ്റ് ബട്ടറോ അല്ലെ ഓയിലോ എന്തെങ്കിലും തൂത്ത് കൊടുത്തിട്ട് വേണം ഈ ബാറ്റർ ഒഴിക്കാൻ. അങ്ങനെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവക്കാഡോ പാൻ കേക്ക് റെഡി ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അവക്കാഡോ ഒട്ടും ഇഷ്ടമില്ലാത്ത പിള്ളേർക്കാണെങ്കിൽ പോലും ഇതെന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ കയ്യിൽ ഈ പാൻ കേക്ക് മിക്സ് ഉള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തതേ ഉള്ളൂ. പകരം നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ റാഗി പൗഡർ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, കുറച്ചുകൂടി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പാൻ കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.